മക്കൾക്കൊപ്പം JMUP സ്കൂളിൽ കുട്ടികളുമായി സംവദിച്ച് അമ്മമാർ. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ RJ Gold JMUP സ്കൂളിന് മുൻവശം ചെറുപുഴ. സ്കൂളിൽ രക്ഷിതാക്കൾക്കായി ഒരുക്കിയ മക്കൾക്കൊപ്പം പരിപാടി ഏറെ ശ്രദ്ധേയമായി. പുതിയ കാലഘട്ടത്തിൽ കുട്ടികളുമായി രക്ഷിതാക്കൾ എങ്ങനെയാണ് സംവദിക്കേണ്ടത് എന്നും കുട്ടികളെ നേർവഴിയിലൂടെ നയിക്കാൻ രക്ഷിതാക്കൾക്ക് എങ്ങനെ സാധിക്കുമെന്നും ചൂണ്ടിക്കാട്ടി അധ്യാപകനും പ്രശസ്ത ട്രെയിനറുമായ ഹക്കീം മാടക്കാലാണ് ക്ലാസ് എടുത്തത്. കുട്ടികൾ ശരിയായ പാതയിലൂടെ സഞ്ചരിക്കാനും ലഹരിയുടെയും മറ്റ് തെറ്റായ രീതിയുടെയും പിറകെ പോകാതിരിക്കാൻ രക്ഷിതാക്കൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന കാര്യം വളരെ നർമ്മപ്രധാനമായും മനോഹരമായാണ് അദ്ദേഹം ക്ലാസ്സിലൂടെ അവതരിപ്പിച്ചത്. ഓഡിറ്റോറിയം നിറഞ്ഞ സദസ്സ് കയ്യടിയോടെയാണ് ക്ലാസ്സിനെ സ്വീകരിച്ചത്. ഓരോ രക്ഷിതാവിന്റെയും ചുമതല എന്ന് പറയുന്നത് വാട്സപ്പിലൂടെ വീട്ടിനകത്ത് ഇരുന്നു കൊണ്ട് ടീച്ചറെ എന്റെ മോളെന്ത് ഇങ്ങനെ, എന്റെ മോളെന്ത് ഇങ്ങനെ, എന്റെ കുട്ടി എന്ത് ഇങ്ങനെ എന്ന് ചോദ്യം തേടിയുള്ള യാത്രയിൽ ടീച്ചേഴ്സിനെ പോൽ അതിനേക്കാൾ അപ്പുറത്ത് ഉത്തരവാദിത്തമുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ചേക്കേണ്ട ഇയാളെ അധ്യാപകനായതുകൊണ്ട് ഉത്തരവാദിത്തം മൊത്തം നമ്മുടെ പേരിൽ അല്ല കേട്ടോ. നമുക്ക് കൂട്ടുത്തരവാദിത്തമുണ്ട്. ആ കുട്ടിയെ വളർത്തിയെടുക്കുന്നിടത്ത് സെക്കൻഡ് പാരന്റ് ആണ് ടീച്ചേഴ്സ്, ഫസ്റ്റ് പാരന്റ് ആണ് നിങ്ങൾ. ഫസ്റ്റ് പാരന്റും സെക്കൻഡ് പാരന്റും തമ്മിലുള്ള സ്മൂത്ത് ആൻഡ് ഡീപ്പ് കോണ്ടാക്ട്, കാണാനും സംസാരിക്കാനും ഒക്കെ. ഇന്നത്തെ ദിവസം 2026 ഈ ജൂലൈ മാസം 17-ാം തീയതി അല്ലേ ഇന്ന് 17 അല്ലേ? ഈ വെള്ളിയാഴ്ച നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ നന്മ പറഞ്ഞേ. ആരെങ്കിലും നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ നന്മ എന്താ? പേപ്പർ കാര്യമായിട്ട് നന്മയൊന്നും ചെയ്യാറില്ല, അങ്ങനെ പോകുന്നു. എന്താ ഓ, നല്ല ക്ലാപ്പ് കൊടുക്കൂ. വെരി ഗുഡ്. എന്താണോ ഞാൻ മനസ്സിൽ കരുതിയിരിക്കുന്നത് അതേ ഉത്തരമാണ്. എന്താ പേര്? രജിത. 6ാം ക്ലാസ്സിൽ മായ ടീച്ചറിന്റെ ക്ലാസ്സിൽ. കണ്ടോ മായ ടീച്ചറുടെ ക്ലാസ്. മായ ടീച്ചർ ഉണ്ടോ അവിടെ? ഓക്കെ. ടീച്ചർക്ക് നല്ലൊരു കയ്യടി കൊടുക്കും. മായ ടീച്ചറിന്റെ ക്ലാസ്സിലെ കുട്ടിയുടെ അമ്മ രജിത അതിമനോഹരമായ ബ്രില്യന്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ബ്രില്യന്റ് ആൻസർ ഞാൻ പറഞ്ഞു വന്നത് രക്ഷിതാവിന്റെ ഉത്തരവാദിത്തം കൂട്ടുത്തരവാദിത്തം അപ്പുറത്ത് ഒരു 60-40 ആണ്. 60% കുട്ടി നമ്മുടേതാണ്. അതിന്റെ നന്മയുടെ നല്ല നാൾവഴികളിൽ വഴിവിളക്കുകളാകേണ്ടത് പാരന്റ്സ് ആണ്. രചന എന്ന അമ്മ പറഞ്ഞതെന്നറിയോ? ഇന്നത്തെ ദിവസം ഈ അമ്മയുടെ ഏറ്റവും വലിയ പുണ്യം എന്താണെന്നറിയോ? ഈ പാരന്റ്സ് മീറ്റിന് വന്നത് തന്നെ. പ്രിയപ്പെട്ടവരെ, 2015 മുതൽ 20 വരെ ഞാൻ എയ്ഡഡ് സ്കൂൾ അധ്യാപകനായതുകൊണ്ട് തന്നെ പഞ്ചായത്തിൽ മത്സരിച്ചിരുന്നു. എന്നത് പോളിയോ വാക്സിൻ കൊടുക്കുന്ന സമയത്ത് ഒരു അനൗൺസ്മെന്റ് വണ്ടി എന്റെ വീട്ടിനടുത്തോട് പോയി. ഇനി ചെയ്യേണ്ടത് നമ്മുടെ കണ്ണു തോന്നോളും, പേന എടുത്തോളും, നേരത്തെ കൊണ്ടുവരുന്ന പേന ഇടുന്ന കടലാസ് എടുത്തോളും, ഒറ്റ ചോദ്യം മൊത്തം തരാം. ഇപ്പൊ ഞാൻ സ്റ്റേജിന്റെ മുകളിൽ കയറി കണ്ണടച്ച് നിൽക്കുന്ന നിങ്ങളുടെ കയ്യിലേക്ക് തന്ന കോഴിമുട്ട കൊണ്ട് നിങ്ങൾ എന്തു ചെയ്യും? ഒറ്റ കാര്യം എഴുതിക്കൊള്ളൂ. തുടർന്ന് നടന്ന PTA ജനറൽ ബോഡി യോഗത്തിൽ PTA പ്രസിഡന്റ് മാത്യു ജോൺ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ KK വേണുഗോപാൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപകൻ PN ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ജമുന രഞ്ജിത്ത് ആശംസ അർപ്പിച്ച് സംസാരിച്ചു. റോബിൻ വർഗീസ് റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. P മുഹമ്മദ് ചടങ്ങിൽ നന്ദി പറഞ്ഞു. പുതിയ PTA പ്രസിഡന്റായി TV രമേശ് ബാബുവിനെയും മദർ PTA പ്രസിഡന്റായി ജമുന രഞ്ജിത്തിനെയും തിരഞ്ഞെടുത്തു. ക്ലാസ് കേൾക്കാൻ വന്നതിന് എന്താ പറയാ, അന്ന് പറയാൻ പറ്റാത്ത സന്തോഷമുണ്ട്. നല്ല എന്താ പറയാ അറിവ് കിട്ടി. അതോടൊപ്പം തന്നെ നല്ല രസകരമായ ക്ലാസ് ആയിരുന്നു. ചിരിച്ച് സന്തോഷത്തോടുകൂടി എല്ലാവർക്കും മടങ്ങാൻ പറ്റുന്ന ഒരു ക്ലാസ് ആയിരുന്നു. 7ാം ക്ലാസ് വരെ ഞാൻ ഈ സ്കൂളിലാണ് പഠിച്ചത്. എനിക്കൊരാഗ്രഹം തോന്നി എൻ്റെ മോളെ കുഞ്ഞിനെ ഈ സ്കൂളിൽ തന്നെ ചേർക്കണം. അപ്പോൾ എൻ്റെ മോള് മാതാമൂലമാണ് ഞാൻ പഠിച്ചെടുത്തത്. ഞാൻ ഇവിടെ തന്നെയാണ് എൻ്റെ മോളെ കുഞ്ഞിനെ ഇവിടെ ചേർത്തിട്ടുണ്ട്. ശ്രീകൃഷ്ണൻ്റെ പേര് 3B-യിലാണ് പഠിക്കുന്നത്. പഠിക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എൻ്റെ കുടുംബത്തിൽപ്പെട്ട മുഴുവൻ ഒരു 10-12 കുട്ടികളെ ഈ സ്കൂളിൽ പഠിച്ച് നല്ല നിലവാരത്തിൽ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം ഇവിടെ പഠിച്ച് മുണ്ടപ്പുറ നന്ദന മോളും നല്ല മാർക്കോടും കൂടി പാസ്സായി. ഇപ്പോൾ അവർ ഫുൾ +2 കിട്ടിയതിൽ നമുക്ക് ഒത്തിരി അനുഭവങ്ങളും ഒത്തിരി സമ്മാനങ്ങൾ കിട്ടി. വലിയൊരു സന്തോഷമുണ്ട്. ഇപ്പം എൻ്റെ മകൻ്റെ കുഞ്ഞു കൊച്ചിനെ ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ് ഇവിടെ ചേർക്കുന്നത്. അതുപോലെ അവൻ റോഡ് സ്കൂളിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇതുപോലെ ഇപ്പോൾ ഈ കുറച്ച് നാളെ ഇവിടെ ഇടപെട്ടിട്ടുള്ളെങ്കിലും എനിക്കിതിനോട് നല്ലൊരു അഭിപ്രായമാണ് ഈ സ്കൂളിനോടും ഈ രക്ഷാകർത്താക്കന്മാരോടും പറയാനുള്ളത്. ചുരുങ്ങിയൊരു 1.5 മണിക്കൂറുണ്ട് മാഷ് വലിയൊരു ലോകം തന്നെ നമുക്ക് തുറന്നു തന്നിട്ടെന്ന് പറയാം.
ഞാനേതായാലും തീരുമാനിച്ചു, എന്തായാലും എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഞാനൊരു നല്ലൊരു പാരൻ്റാകാൻ ശ്രമിക്കാറുണ്ടെങ്കിലും മാഷിൻ്റെ ഇന്നത്തെ ഈ ക്ലാസ്സിൽ എനിക്ക് ഒരുപാട് അഡ്വൈസ് അല്ല, ഒരുപാട് നിർദ്ദേശങ്ങൾ കിട്ടിയിട്ടുണ്ട് മാഷിൻ്റെ ക്ലാസ്സിൽ നിന്നും. അതുകൊണ്ട് തന്നെ നല്ലൊരു ടാങ്കാകാൻ ഞാൻ തീരുമാനിച്ചു. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ സ്ക്രീൻ ടൈം ഞാനൊക്കെ അതിൽ വളരെ പരാജിതമാണെന്ന് പറയാം. കാരണം സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര RJ ഗോൾഡ് ചെറുപുഴ. ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ, മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ. 916 BIS സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി, മനസ്സിനിണങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ, മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മികമാർന്ന ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം RJ ഗോൾഡ് JMUP സ്കൂളിന് മുൻവശം ചെറുപുഴ.